അത് ഇപ്പോഴത്തെ കാര്യമല്ല. പിന്നെ എപ്പോഴത്തെ? നമ്മുടെ നന്മ പ്രൊഡക്റ്റ് ഇവിടം വിട്ട് കേരളം മൊത്തം നിറഞ്ഞു കഴിഞ്ഞിട്ട് ഹരി എന്ന കർഷകന്റെ അത്ഭുത വിജയത്തെക്കുറിച്ച് പത്രങ്ങളും മീഡിയാസൊക്കെ എഴുതി കഴിഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ നടക്കാത്ത കാര്യമാണല്ലേ? എന്താ നടക്കാത്തെ? ഇപ്പോഴത്തെ കാലത്തെ നല്ലൊരു പച്ചക്കറി കൊടുത്താൽ പോലും ദൈവദൂതനെ പോലെ ആൾക്കാർ കാണുന്ന. അല്ല, നമ്മുടെ ഉല്ലാസില്ലേ, നമ്മുടെ പുസ്തകം പ്രസിദ്ധീകരിച്ച ഉല്ലാസിനോട് ഇപ്പൊ വിളിച്ചൊന്ന് പറഞ്ഞാ മതി. ഇപ്പൊ തുടങ്ങല്ലോ മീഡിയ കവറേജ് ഒക്കെ. അതൊന്നും വേണ്ട. കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പബ്ലിസിറ്റിയും നമുക്ക് വേണ്ട. നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് തോന്നി വാങ്ങാൻ ആൾക്കാരുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് പരക്കട്ടെന്നേ. പിന്നെ നമ്മുടെ ഐഡിയാസ് ഒന്നും വിടണ്ട. ശരി, ഇനിയിപ്പോ അങ്ങനെയൊക്കെ ആയെന്ന് തന്നെ വെച്ചോ. അതൊക്കെ കഴിഞ്ഞ് ഈ പത്രങ്ങളും മീഡിയാസൊക്കെ കൂടി എന്നെ ഒരു സിംഹാസനത്തിൽ ഇരുത്തി എന്ന് വിചാരിക്കുക. തന്റെ പ്ലാൻ പറ. ചിരിക്കരുതേ. ഇല്ല. ഒന്ന്, ഇപ്പൊ ജോലി എടുക്കുമ്പോ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് ചോറ് പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് വരാ. നമുക്ക് സൗകര്യങ്ങളൊക്കെ ആയാല് അത് നിർത്തണം. എല്ലാവർക്കും ഭക്ഷണം നമ്മൾ തന്നെ പാചകം ചെയ്തിട്ട് സൗജന്യമായിട്ട് കൊടുക്കണം. അതൊരു ഗുഡ് ഐഡിയ. പിന്നെ രണ്ട്, എല്ലാവരുടെ ശമ്പളത്തിൽ നിന്നും ചെറിയൊരു വിഹിതം നമ്മൾ പിടിച്ചു വെക്കുന്നു. ചെറുതെന്ന് പറഞ്ഞ കുഞ്ഞ്. എന്നിട്ട് ഓരോരുത്തരുടെ വീട്ടിലും കല്യാണോ മക്കളുടെ പഠിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ നമ്മൾ കൂടെ പൈസ ഇട്ട് ഒരു തുകയായിട്ട് അവർക്ക് കൊടുക്കണം.